ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ മൈ ലൈഫാണ് ഗൈസ്. ഞാൻ വേറെ ഒരു ഡേ മൈ ലൈഫ് എടുത്തായിരുന്നു, പക്ഷെ അന്നേരം അത് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല. പക്ഷെ നമുക്ക് ഈ ഡേ മൈ ലൈഫ് നമ്മൾ അടിപൊളിയായിട്ട് എടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പരമാവധി ശ്രമിക്കും ഗൈസ്, കാരണം എനിക്കിങ്ങനെ ഡേ മൈ ലൈഫ് എടുത്ത് ശീലമില്ല. നമുക്കിന്ന് രാവിലെ പള്ളി പോകണമായിരുന്നു, അപ്പം എനിക്ക് അന്നേരം ഇൻട്രസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഗൈസ്, നമ്മൾ പള്ളിയിൽ പോവാണ്. 7:30 കുർബാനയ്ക്കാണ് പോകുന്നത്. ഗൈസ്, നമ്മളിവിടെ പള്ളിയിലെത്തി. ഗൈസ്, പള്ളിയിൽ ചെന്നപ്പോഴത്തേക്ക് കുർബാന തുടങ്ങിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഗൈസ്, കുർബാന ഗൈസ്, ഞങ്ങൾ ചായ കുടിക്കാൻ നിന്നില്ല. ഞങ്ങളൊരു കുപ്പി ജ്യൂസ് മേടിച്ച് അത് കുടിച്ചു. പിന്നെ ഞങ്ങൾ കിൻഡർ ജോയുടെ കസിനായ വേറൊരു മിഠായും കൂടെ മേടിച്ചു. അവക്കാഡോയാണോ ഇത്? കാണിച്ചു ഓട്ടോ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടോ വരാൻ നമ്മൾ നോക്കിയിരിക്കണം. ഞങ്ങൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവിടെ കുറേ കൂട്ടം തേനീച്ചകൾ അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു ഗൈസ്. പിന്നെ ഗൈസ്, ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു. ഈസ്റ്ററിന് ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് ദുഃഖവെള്ളി ആയതുകൊണ്ട് നമ്മൾ ഇന്നലെ കഴിച്ച സാധനങ്ങളുടെ ബാക്കി കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ പോവാണ്. അവിടെ അവരെല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇനി ഞാൻ അങ്ങോട്ട് ചെന്നാൽ മതി. നമ്മൾ ഇന്നലെ പെസ ആവശ്യത്തിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കത് പോയി എഡിറ്റ് ചെയ്യാനുണ്ട്. കുറേ എഡിറ്റ് ചെയ്യാനുണ്ട്, ഞാൻ ഡബ് ചെയ്തിട്ടില്ല. നമുക്കത് എഡിറ്റ് ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടം അത്രയ്ക്ക് ഉത്തരവാദിത്തമുള്ള കുട്ടികളെ ഞാൻ എന്നിട്ട് കുറേ നേരം ഞാൻ എന്നിട്ട് ഫോൺ വെക്കേഷൻ അല്ലേ ഉണ്ട്. കുറേ നേരം ഞാൻ എന്നിട്ട് ഫോണിൽ നോക്കി കിടന്നു. ഗൈസ്, ഞാൻ പെസ എഡിറ്റ് ചെയ്ത വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കാണാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി പ്രത്യേകിച്ച് ഒന്നുമില്ല. ബണ്ണിച്ചിരി തിന്നു നമ്മോട് ചോദിച്ചു നോക്കട്ടെ. This is my favorite rice. ഇതിന് വേറെ പരിപാടി ഇല്ല ഗൈസ്. ഇത് ഡേ മൈ ലൈഫാന്ന് പറയുന്നതിലൊരു അർത്ഥമില്ല. കാരണം ഇതിനകത്ത് എനിക്കൊരു പരിപാടിയില്ല, ഒരു പരിപാടിയും ചെയ്യാനില്ല. എന്തെങ്കിലും ഫുഡ് കഴിക്കണ്ടേ ഫുഡ് കഴിക്കാൻ നോക്കും. പക്ഷെ ഞാൻ ഒരു നേരം നോക്കില്ല, അതുകൊണ്ട് എനിക്ക് ഫുഡ് കഴിക്കുന്ന ഒന്നും കാണിക്കാൻ പറ്റില്ല. എനിക്കിനി ഒരു പരിപാടിയില്ല ഗൈസ്. നമുക്കിനി പൂച്ചനെ പോയി കുറച്ച് ചൊറിയാം. കടിക്കും. അപ്പോൾ ഗൈസ്, സമയം ഏകദേശം 4 മണി ആവാറായി. നമ്മളുടെ കഞ്ഞിയെല്ലാം കൊണ്ട് വെച്ച് ഇത് പയറുകറിയുണ്ട്, മുളക് ചാച്ചത്, പപ്പടമുണ്ട്, കഞ്ഞിയുണ്ട്. ഗൈസ്, കഞ്ഞി കുടിച്ച ഉടനെ തന്നെ ഞാൻ കയറി കിടന്ന് ഉറങ്ങി ഗൈസ്. അപ്പോഴത്തേക്ക് സമയം ഏകദേശം ഒരു
8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വൈകുന്നേരം ചായക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവൽ മേടിക്കാൻ പോവായിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങൾ മേടിക്കാൻ വന്ന സ്ഥലത്ത് ഒരൊറ്റ ആൾക്കാരില്ലായിരുന്നു ഗൈസ്. ഈ ലോക്ക്ഡൗൺ ഒക്കെ ഉള്ള ടൗൺ പോലെയായിരുന്നു, ഒറ്റ മനുഷ്യരായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി. അവിടെ പിന്നെയും അവിടെ ഇവിടെയൊക്കെ കുറച്ച് കടയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് സിപ്പപ്പ് കഴിക്കാനായിട്ട് പൂതി തോന്നിയിട്ട് ഞങ്ങൾ സിപ്പപ്പ് മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ മേടിക്കേണ്ട സാധനം മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു ഗൈസ്. അതെ, ഞാനൊരു 5 മണിയപ്പോൾ കയറി കിടന്ന് ഉറങ്ങിയതാണ്. എന്നിട്ട് എണീറ്റ് കറക്റ്റ് ഈ ഒരു 8:15 അപ്പം തന്നെ ഞങ്ങൾ നേരെ കടയിൽ പോയി ഗൈസ്. നമ്മൾ കടയിൽ പോയി അവൽ മേടിച്ചു. നമുക്കിനി അത് ഉണ്ടാക്കാം. ഓ മൈ ഗോഡ് ഗൈസ്, ഒരു കുരു വന്നിരിക്കുന്നു. ഓ ഷിറ്റ്. ഗൈസ്, നമ്മൾ കുറച്ച് നേരം TV കാണാൻ പോകണം. പക്ഷെ അതിന് മുന്നേ ഞാനൊരു അച്ചാറുണ്ടാക്കി. ഇൻസ്റ്റയിൽ ഈയിടെ ട്രെൻഡ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് കാണിച്ചു തരാം. ഉണ്ടാക്കിയ അച്ചാർ ഗൈസ്, നമ്മൾ ഇന്ന് ചോറുണ്ണാൻ പോവാണ്. അപ്പോൾ ഗൈസ്, ഞാൻ കഞ്ഞി കുടിച്ച് കഴിഞ്ഞു. അപ്പം നമുക്ക് കുളിക്കണം. അപ്പം നമുക്ക് കുളിച്ചിട്ട് ഇവിടെ കുറേ പണിയുണ്ട്. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ കുളിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ഫുള്ള് വൃത്തിയൊക്കെ ഉണ്ട്. കുറച്ച് അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വൃത്തിയാക്കാം, എന്നിട്ട് നമുക്ക് കിടക്കാൻ നോക്കാം ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മുടെ ടൈമിലേക്ക് തീരും. നമ്മൾ മുറി വൃത്തിയാക്കിയിട്ട് എന്നിട്ട് ഞാനിവിടെ വൈറ്റ് സ്ക്രീൻ ഇട്ടു. ഞാൻ കിടക്കാൻ പോകുന്നു. ഇതാ ഒന്നും അമ്മ കിടന്നിട്ടില്ല, ചേച്ചി ഇവിടെ ഫോൺ കാണാം ഗൈസ്. അപ്പം ഞാൻ മാത്രമാണ് കിടക്കാൻ പോകുന്നത്. കാരണം എനിക്ക് എന്തോന്നറിയില്ല, പെട്ടെന്ന് ഓർക്കുമല്ലോ. അപ്പം ഞാൻ ഇനി പറ്റിയൊരു ഡാർക്ക് സ്ക്രീൻ നമുക്കിടാം. ഈ ഒരു ബ്ലൂ കളറാട്ടോ ഞാൻ ഇടുന്നത് കിടക്കാനായതുകൊണ്ട് നമ്മൾ ഇടുകയാണ്. അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ എൻ്റെ ഡേ മൈ ലൈഫ്. ഇതാണ് ഇന്ന് എൻ്റെ ഡേ മൈ ലൈഫ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു എന്തൊക്കെയോ, പക്ഷേ അത്രയും അങ്ങോട്ട് സെറ്റായില്ല. ഇന്നത്തെ ഡേ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമൻറ്റിൽ പറയണം.